गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै ശ്രീഗുരവേ നമഃ. പ്രശാന്തി നിലയത്തിൽ ഒരിക്കൽ നടന്നൊരു സംഭവം. ഭഗവാന്റെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഭഗവാനെയും മകനെയും കാണാനായിട്ടെത്തി. കുട്ടികൾ പഠിക്കുമ്പോൾ രണ്ടും നടക്കുമല്ലോ, സ്വാമിയും കാണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോകാം. അങ്ങനെ അന്ന് ദർശനത്തിന് അച്ഛനും മകനും അടുത്തടുത്തായിരുന്നത്. അമ്മ സ്ത്രീകളുടെ ഭാഗത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സ്വാമി എഴുന്നള്ളുമ്പം ഈ അച്ഛൻ്റെ കയ്യിരിക്കുന്ന പുസ്തകത്തിലേക്ക് മകൻ നോക്കി. മാണ്ഡൂക്യോപനിഷത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്, ചെറിയൊരു പുസ്തകം. ചോദിച്ചു, അച്ഛ എന്തിനാ ഈ പുസ്തകം എടുത്തേ? സ്വാമിയുടെ പുസ്തകം പോലും എടുക്കാമായിരുന്നല്ലോ. സ്വാമിയുടെ പടമുള്ള പുസ്തകം. ഇപ്പോൾ സ്വാമിക്ക് സന്തോഷമാവുമല്ലോ എന്നാണ് ഭയ്യ വിചാരിച്ചതേ. സ്വാമിയുടെ ഒരു പുസ്തകം എടുക്കാമായിരുന്നില്ലേ? എന്തിനാ ഈ പുസ്തകം എടുത്തേ? ഭഗവാനെ കൊണ്ടൊരു ഒപ്പിട്ട് മേടിക്കാനാ. എന്നാൽ പിന്നെ ഭഗവാന്റെ ഒരു പുസ്തകം എടുത്തിരുന്നെങ്കിൽ ഭഗവാന് കൂടുതൽ സന്തോഷമാകാമായിരുന്നല്ലോ എന്ന് പയ്യൻ പറഞ്ഞു. ഇവൻ പുസ്തകമൊന്നും എടുത്തിട്ടുമില്ല. കുറച്ച് കഴിഞ്ഞു, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു, ആ മഹാപ്രഭു എഴുന്നള്ളി വന്നിട്ട് കണ്ടിട്ടുള്ളവരറിയാം, സ്വാമി ഒഴുകി വരികയാണല്ലോ, നടക്കുകയല്ലോ, ഒഴുകി പോലെ ഇവരുടെ അടുത്തെത്തി. സ്വാമി ഇങ്ങനെ പറഞ്ഞു, ഉള്ളപ്പോ എന്ന് പറഞ്ഞു. അവർ അഭിമുഖപുരിയിലേക്ക് പോയി. ഇവരെല്ലാവരും ചെന്നിരുന്നു. കുറേ ആളുകളുണ്ട്. സ്വാമി ഓരോരുത്തരോട് സംസാരിച്ച് ഓരോരുത്തരുടെ പുസ്തകം മേടിച്ച് അതിൽ സ്വാമി വിത്ത് ലവ് ബാബ, വിത്ത് ബ്ലെസ്സിങ്സ് ബാബ എന്നൊക്കെ പറഞ്ഞ് സ്വാമി എഴുതി കൊടുക്കുമല്ലോ. അങ്ങനെ എഴുതി കൊടുക്കാൻ തുടങ്ങി. അപ്പം ഈ മകൻ പറഞ്ഞു കേട്ട് ഈ അച്ഛനും പരിഭ്രമായി. ഇനി മാണ്ഡൂക്യോപനിഷത്ത് കാണിച്ചാൽ നീ ഈ പുസ്തകം കൊണ്ടാണോ നടക്കണമെന്ന് സ്വാമി ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് തല തിരിച്ചു വെച്ചു, പുസ്തകം ഇതിൻ്റെ ഹെഡിങ് കാണാതിരിക്കാൻ. സ്വാമി അച്ഛനോട് ചോദിച്ചു, നിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഒപ്പിട്ട് തരണ്ടേ എന്ന് ചോദിച്ചു. തലയാട്ടി ഈ പുസ്തകം കൊടുത്തു. ഇതെന്താ നീ തല തിരിച്ചു വച്ചിരിക്കണേന്ന് വെച്ചു. പിന്നെ തല നേരെയാക്കി കൊടുത്തു. സ്വാമി ആഹാ ഉപനിഷത്താണല്ലോ. എന്നിട്ട് ഭഗവാൻ ആദ്യത്തെ പേജ് വെച്ച് പേനെടുത്ത് ഒപ്പിടാൻ നേരത്ത് മകനോട് ചോദിച്ചു, നീ പുസ്തകമൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരാമായിരുന്നല്ലോ, ഞാൻ ഒപ്പിട്ട് തരില്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് സ്വാമി ഉറക്കെ പറയുകയാണ്, അച്ഛന് സ്വാമിയുടെ പുസ്തകം വല്ലതും എടുക്കാൻ പാടില്ലായിരുന്നു? ഈ പുസ്തകമാണോ എടുക്കേണ്ടിയിരുന്നത്? അതിലാണെങ്കിൽ സ്വാമി സന്തോഷത്തോടെ ഒപ്പിട്ട് തരാമായിരുന്നല്ലോ അല്ലേ? സ്വാമി ചോദിക്കുകയാണ് ഈ കുഞ്ഞവിടെ എന്ന് പറഞ്ഞ കാര്യം. അതിനുശേഷം ഭഗവാൻ ഒപ്പിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് നീ എന്നെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെയാണല്ലേ? നന്നായിരിക്കുന്നു. ചിന്തിച്ചുകൊള്ളുക, ഭഗവാൻ ബാബ സകലരും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാണ് എന്നത് ബുദ്ധി കൊണ്ടെങ്കിലും നമ്മൾ ഗ്രഹിക്കുക. നമുക്ക് സ്വാമിയെ തന്നെ ആശ്രയിക്കാം, ആ രൂപത്തെ, ആ നാമത്തെ തന്നെ ഓർക്കാം, നന്ന് തന്നെ. പക്ഷേ മറ്റൊന്നും സ്വാമിയുടെ രൂപമല്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും ഒരു വളർച്ചയ്ക്ക് സഹായിക്കില്ല. മാത്രമല്ല, അത് നമ്മുടെ തളർച്ചയ്ക്ക് ഉതവുകയും ചെയ്യും. ഒരു രൂപവും ഒരു നാമവും മതി. പക്ഷെ എല്ലാ രൂപവും എൻ്റെ ഭഗവാൻ്റേതാണ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ രൂപം എന്ന് ധരിച്ചാൽ മതി. അതാണ് സംഭവിച്ചത്. ഇത്രയും കാലം നീ എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ഇതാണ് നീ മനസ്സിലാക്കിയത് അല്ലേ? എല്ലാറ്റിലുമുള്ളതാണ് ആ ഭഗവാൻ. അതിൽ അവിടുത്തെ ഈ രൂപത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇത്രയേ ഉള്ളൂ. ചിലപ്പം മാതാപിതാക്കൾക്ക് മകൻ ചിലപ്പോൾ ഒരു പ്രത്യേക നിറമുള്ള ഉടുപ്പിടുന്നതായിരിക്കും ഇഷ്ടം. ചിലപ്പം ഇന്ന നിറമുള്ള ഉടുപ്പിടുന്ന ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ കുട്ടി ഏത് ഉടുപ്പിട്ടാലും അച്ഛനും അമ്മയ്ക്കും മകനല്ലാണ്ട് വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ആ പരമ്പൊരുൾ സ്വീകരിക്കുന്ന രൂപവും നാമവും ഓരോ ഉടുപ്പ് പോലെ മാത്രമാണ്. അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. പക്ഷെ ആ പ്രാധാന്യത്തിനേക്കാൾ പ്രാധാന്യമാണ് ആ നാമത്തിൻ്റെയും രൂപവും പ്രതിനിധാനം ചെയ്യുന്ന ആ പരമസത്യം. ഇത് തിരിച്ചറിയണം. നമുക്കതിനാകട്ടെ. ഞാൻ എന്ന് ഏത് മഹാപുരുഷൻ പറഞ്ഞാലും, ശ്രീ ശങ്കരനിർപ്പാദങ്ങൾ പറയും, ഗീതയിൽ ഭഗവാൻ അഹം എന്ന് പറഞ്ഞ അഹം പരമേശ്വരം, സകല ദേവതകളുടെയും മൂർത്തിയായ ദേവദേവനാണ് ഞാൻ എന്ന അർത്ഥത്തിൽ വേണം അതെടുക്കാൻ.